പിന്നെ ഈ ലൈഫ് സ്റ്റൈൽസ് എന്ന് പറഞ്ഞു വെക്കാൻ പ്രത്യേക എന്തെങ്കിലും കാരണമുണ്ടോ? നമ്മുടെ ജീവിത ശൈലിയാണല്ലോ ഡ്രസ്സ്. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ ഇന്ന് ജീവിക്കുന്ന ആൾക്കാർ ഇപ്പോൾ സ്മിതായി കഴിഞ്ഞാലും ആരായി കഴിഞ്ഞാലും എവിടെയുണ്ടോ പുതിയ ട്രെൻഡ് അതിൻ്റെ പിന്നിലാണ് എല്ലാവരും പോകുന്നത്. തീർച്ചയായിട്ടും. അപ്പം അത് ലൈഫ് സ്റ്റൈലാണ്. അപ്പോൾ പരിവാർ എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിവാർ എന്ന് പറഞ്ഞാൽ ഫാമിലിയാണ്. പരിവാറിൻ്റെ അർത്ഥം മലയാളത്തിൽ പരിവാരം എന്ന് പറയായിരിക്കും ഒരു പക്ഷേ. ഇപ്പോൾ കന്നഡയിലാണെങ്കിൽ പരിവാര എന്ന് പറയും, ഹിന്ദിയിൽ എന്ന് പറയുമ്പോൾ പരിവാർ എന്ന് പറയും. ഇതൊക്കെ സംസ്കൃതത്തിൽ നിന്ന് വന്നൊരു വേർഡാണെന്ന് എനിക്ക് തോന്നുന്നത്, പരിവാർ. അതെ. അപ്പോൾ ആ ഒരു വാക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് അത്രയും സംഭവങ്ങളുണ്ടായിരിക്കണം. ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരിക്കണം. ഞങ്ങളുടെ കോൺസെപ്റ്റ് അത് തന്നെയാണ്. എല്ലാം ഒരു കുടക്കീഴിൽ കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്നുള്ള വൺ സ്റ്റോപ്പ് ഷോപ്പ്. ഈ കോമ്പറ്റീഷൻസിനെ എങ്ങനെയാണ് എടുക്കുന്നത്? ഹെൽത്തി കോമ്പറ്റീഷൻ ആണോ? അല്ല, എപ്പോഴും നമ്മൾ ഹെൽത്തി കോമ്പറ്റീഷൻ മാത്രമേ അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഒരു റിപ്പീറ്റഡ് ബിസിനസ്സിൻ്റെ ലൈൻ ഓഫ്. ആക്ച്വലി അതങ്ങനെ അല്ലാതെ നമ്മളിപ്പോൾ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ അല്ലാതെ ചെയ്യുമ്പോൾ നമുക്ക് അതൊരിക്കലും ആർക്കും ഗുണം ചെയ്യില്ല. അപ്പം എപ്പോഴും അങ്ങനെ അതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. ആൻഡ് ഈ കോമ്പറ്റീഷനാണ് ഒരാളുടെ ക്യാപ്പബിലിറ്റിനെ കുറച്ചും കൂടി ഇംപ്രൂവൈസ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്കൊരു കോമ്പറ്റീഷൻ ഉണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ടോ അല്ലെങ്കിൽ വേറൊരാളെ താഴ്ത്തിയിട്ടോ നമ്മൾ ഒരിക്കലും മേലെ വരാൻ പാടില്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലും ചെയ്യണോ എന്നുള്ള ഒരു കോൺഫിഡൻറ്റ് നമുക്കുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതുപോലെ ചെയ്യണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് മിസ്റ്റർ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ബിസിനസ് ജീവിതത്തിൽ തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ ഇനി വരുന്ന കാലങ്ങളിൽ ഫോളോ ചെയ്യുന്ന അറ്റ്മോസ്റ്റ് പ്രോട്ടോകോൾ എന്തായിരിക്കും? ആക്ച്വലി അതിന് നമ്മൾ ബിസിനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പങ്ക്ച്വാലിറ്റി, ക്വാളിറ്റി, അതാണ് എപ്പോഴും നമുക്കുണ്ടാകേണ്ടത്. ആ ഒരു ക്വാളിറ്റി നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാലും നമ്മളിപ്പോൾ ഇന്നത്തെ കാലങ്ങളിൽ ഉണ്ടാകുന്ന ബിസിനസ്സിലധികവും ഇപ്പോൾ പേപ്പർ വർക്കിനെക്കാട്ടും കൂടുതൽ ഞങ്ങളൊക്കെ ചെയ്യുന്ന ബിസിനസ് വെച്ചാൽ വാക്കാണ്. അത് പാലിക്കുക, നമ്മുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, കമ്മിറ്റ്മെൻറ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പങ്ക്ച്വാലിറ്റി ആൻഡ് ക്വാളിറ്റി. സോ അതിലെ ഒരു പ്ലാറ്റ്ഫോമായി വെച്ച് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് അല്ലേ? പറയാം. പിന്നെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ലൈക്ക് സീ മെനി കസ്റ്റമേഴ്സ് ഓർ വിത്ത് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഓർ ഓഫ് ഡിഫറെന്റ് ഫോംസ് എന്ന് തന്നെ പറയാം. ഒരു കസ്റ്റമർ വിചാരിക്കുന്ന രീതിയിലായിരിക്കില്ല മറ്റുള്ള കസ്റ്റമർ. പക്ഷെ ചില കസ്റ്റമർ ഒന്നും ഇല്ലാതെ തന്നെ ചൂടാവുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്, അത് വിത്തൗട്ട് നോ റീസൺ ഓൾസോ. അപ്പൊ അങ്ങനത്തെ ഉള്ള കസ്റ്റമേഴ്സ് ഒക്കെ ഇവിടെ വരാറുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? അത് ഒരു ലൈഫ് സ്റ്റൈൽ ഷോറൂം ഉണ്ടാകുന്ന സമയത്ത് പല തരത്തിലുള്ള കസ്റ്റമേഴ്സ് നമുക്കിവിടെ വരും. അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഞങ്ങൾ ഡയറക്റ്റ് മാനുഫാക്ചേഴ്സിൻ്റെ അടുത്തുനിന്ന് എവിടെയാണോ അതിൻ്റെ ഉത്ഭവം അവിടെ നിന്നാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അത് പർച്ചേസ് ചെയ്തിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മളിവിടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സമയത്ത് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഞങ്ങളെ വിശ്വസിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും അതിനകത്തൊരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒബ്വിയസ്ലി അവർ നമ്മളോട് പറയും. അത് ഓരോ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ട് അവരുടെ പെരുമാറ്റത്തിൽ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ഞങ്ങൾക്കൊരു പെരുമാറ്റം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ കൊടുത്ത സാധനം ഞങ്ങൾ വിശ്വസിച്ച് വാങ്ങിച്ചതുകൊണ്ട് എൻ്റെ ഡാഡി റെസ്പോൺസിബിലിറ്റി. എൻ്റെ ഡാഡി പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ അടുക്ക സോറി പറഞ്ഞിട്ട് തിരിച്ച് മാറ്റി കൊടുക്കണമെന്ന് പറയുന്നത്. കാരണം മിസ്റ്റേക്ക് ഈസ് ഡൺ ബൈ us. പിന്നെ ലൈക്ക് ഈ കൺസെപ്റ്റ് നമ്മുടെ ഈ ഈ ആക്സസറീസ് ഒക്കെ ടെക്സ്റ്റൈൽസിൽ ആഡ് ചെയ്യുന്ന കൺസെപ്റ്റ് നമ്മൾ ഫോറിൻ നിന്ന് കിട്ടിയ കൺസെപ്റ്റ്. നോർമലി വെൻ യു ഗോ അബ്രോഡ് യു ക്യാൻ സീ ഓൾ ദി തിങ്സ് ഇൻ വൺ പ്ലേസ്. അപ്പോൾ ഇങ്ങനത്തെ കൺസെപ്റ്റ് ഇവിടെ നിങ്ങൾ ഈ ഷോപ്പിലാണ് ആദ്യം തുടങ്ങുന്നത്? ഈ ഷോപ്പിലാണ് ആദ്യമായിട്ട് ഞങ്ങൾ ഇവിടെ തുടങ്ങിയത്. പക്ഷെ ഇതിനിപ്പോൾ തുടങ്ങാനുള്ള ഒരു ഞാൻ പറഞ്ഞില്ലേ 2 ഫ്ലോർ. ആ ഒരു ഫ്ലോറിൽ നമ്മൾ ഫുട്വെയർ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ അതിനകത്ത് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഈ ഫുട്വെയർ മാത്രമല്ലാതെ ആക്സസറീസിൽ ഒരു കസ്റ്റമർ ഇപ്പം ഒരാൾ നമ്മുടെ കടയ്ക്കകത്ത് വന്നു കഴിഞ്ഞാൽ സാരി മാത്രം മേടിച്ചു പോകുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു മുന്നേ ഒരു തുണിക്കടയിൽ വന്നു കഴിഞ്ഞാൽ. ഇന്ന് അങ്ങനെയല്ല, പുറത്ത് പോകണം. അല്ലെങ്കിൽ ബ്ലൗസ് നമ്മൾ കിട്ടിക്കഴിഞ്ഞാലും അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ഓർണമെന്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആക്സസറീസ് ആയിക്കോട്ടെ ഇന്ന് എല്ലാവരും matching ആണല്ലോ നോക്കുന്നത്. Obviously, see the moment I came inside, I was looking out for the matching for this dress. So it's a female thing, like a female മാത്രമല്ല മെയിലും അങ്ങനത്തെ ഒരു നല്ല ഡ്രസ്സിനുള്ള ആക്സസറീസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ തന്നെ പർച്ചേസ് ചെയ്ത് പോകുന്നുണ്ട്. സോ ഇതൊക്കെ എവിടെ നിന്നാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് ഈ ആക്സസറീസ് ഒക്കെ? ആക്സസറീസിലൊക്കെ ഇതിനകത്ത് നമുക്കിപ്പോൾ ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഓർണമെന്റ്സ് ഈ ഇമിറ്റേഷൻ ജ്വല്ലറി അല്ലെങ്കിൽ ഫാൻസി ഇതിൻ്റെയൊക്കെ മെയിൻ മാർക്കറ്റ് ബോംബെ, ഡൽഹി, ഹൈദരാബാദ്, ഈ 3 സ്ഥലങ്ങളിലാണ്. കൽക്കട്ട
ഈ 4 സ്ഥലങ്ങളിലാണ്. നമുക്ക് നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ ഇത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ബാംഗ്ലൂർ ഒരു മെട്രോ സിറ്റി ആണെങ്കിൽ പോലും ഇവിടുത്തെ മെയിൻ പർച്ചേസ് സോഴ്സ് ശരിക്കും നോർത്ത് ഇന്ത്യ തന്നെയാണ്. അതിപ്പോഴും അവിടെ തന്നെയാണ് അതിൻ്റെ സംഭവങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ പർച്ചേസിൻ്റെ മെയിൻ ഒരു ഏരിയ, ഒരു പോയിന്റ് നോർത്ത് ഇന്ത്യയാണ്. അത് ഡൽഹി, കൽക്കട്ട, ബോംബെ, ഇൻഡോർ. നോർമലി ഇന്ത്യയിൽ നിന്ന് ഓൾ പാർട്സിൽ പർച്ചേസ് ചെയ്യുന്ന വെറൈറ്റീസ് എങ്ങനത്തെ വെറൈറ്റീസ് ആണ്? ലൈക്ക് നമ്മുടെ ട്രഡീഷണൽ കോസ്റ്റ്യൂംസ് ആയിരിക്കുമോ അല്ലെങ്കിൽ വെസ്റ്റേൺ ടൈപ്പ് ഓഫ് കോസ്റ്റ്യൂംസ് ആയിരിക്കുമോ ഈ ഏരിയയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്? അത് ആക്ച്വലി കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് എങ്ങനെയാണ് വരുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ട്രെൻഡ് സെറ്റ് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ഒരു സാരിയുടെ ഇപ്പോൾ വർക്ക് സാരി ആണെങ്കിൽ അതിന് ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വർക്ക് സാരി ക്രിയേഷൻ നടക്കുന്നത് കൽക്കട്ടയിലാണ്. കൊൽക്കത്ത എന്ന് പറയുന്ന ആ ഒരു അത്രയും വലിയൊരു ഏരിയയിൽ പല ടൈപ്പ് ഓഫ് സാരീസ് വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ സൗത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സിൽക്കിലാണ് കർണാടക അല്ലെങ്കിൽ ബാംഗ്ലൂർ ഏറ്റവും ഫേമസ്. ഈ സംഭവം തന്നെ അത് ഇവിടെ നിന്നുള്ള സാരി കൊൽക്കത്തയിലേക്ക് പോയി അവിടുന്ന് വർക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ സാരിയുടെ ഡിസൈനും അതുപോലെ അതിൻ്റെ ആ വാല്യൂ ഒക്കെ മാറി. അപ്പോൾ ആ ഒരു പുതിയൊരു ട്രെൻഡും കാര്യങ്ങളും അവർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അഗെയിൻ നമ്മുടെ ബാംഗ്ലൂർ മാർക്കറ്റിൽ വരുമ്പോഴത്തേക്ക് അതെ. പിന്നെ അപ്പാർട്ട് ഫ്രം ബിസിനസ് കുറച്ചൊക്കെ പേഴ്സണൽ കാര്യത്തിലൊക്കെ കിടക്കാം. കല്യാണം കഴിഞ്ഞ എത്ര വർഷങ്ങളായി ഇപ്പോൾ? എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. കുട്ടികളുണ്ട്? എനിക്ക് 3 കുട്ടികളുണ്ട്. എന്താ ചെയ്യുന്നത്? അവർ പഠിക്കുകയാണ്. ഇവിടെ ബാംഗ്ലൂരിൽ തന്നെ സ്കൂളിൽ പഠിക്കുകയാണ്. ഒരാൾ 4th-ലാണ്, ഇനി ഒരാൾ 2nd-ലാണ്, ഇനി ഒരാൾ ഇപ്പോൾ LKG മോളാണ്. ചെറിയ ഭാവയാണില്ലേ? ഈ 3 പേരുള്ള മോളാണ്. അവരാണ് പിന്നെ LKG പഠിക്കുന്നത്. പിന്നെ വീട്ടിൽ എങ്ങനെയാണ്? വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വാപ്പയാണോ? ഈ സ്ട്രിക്റ്റ് എന്ന് പറയുന്ന വാക്കിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. ഇല്ല, നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം എപ്പോഴും നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് അത് പിന്നെ പൊട്ടിപ്പോകില്ലേ? അച്ഛനെ ഇപ്പോഴേ ബേസിട്ട് വെച്ചു, മക്കളെ ഇനി വളർന്നിട്ട് അച്ഛനെ നോക്കും അല്ല അങ്ങനെയല്ലേ? അങ്ങനെയാണ്. പിന്നെ എന്തായിരുന്നാലും ഈ ഫാമിലി ബാംഗ്ലൂർ ഇത്രയും കാലമായി സെറ്റിലായിട്ട് ആൾമോസ്റ്റ് നിങ്ങൾ കേരളം വിട്ടു എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മുടെ വിട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്, വരുന്നുണ്ട്, ആ ഒരു ടച്ച് മാത്രമേ ഉള്ളൂ. അതർവൈസ് ഒരു നമ്മുടെ നാട്ടിൽ ഒരു ബിസിനസ് തുടങ്ങാൻ അവിടെ തുടങ്ങിയിട്ടുണ്ടോ? അവിടെ ഇല്ല. അത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ഫാദറും അവരൊക്കെ തുടങ്ങിയത് ബാംഗ്ലൂരിലാണ്. അപ്പോൾ ആ ഒരു ഇതിന് ഞങ്ങളും കൂടെ എന്താ പറയുക അതിന് കണ്ടിന്യൂ ചെയ്യല്ലാതെ ഞാനായിട്ട് ഉണ്ടാക്കിയതൊന്നും ഉണ്ടോ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അവർ ചെയ്ത സ്ഥലത്ത് നമ്മൾ വീണ്ടും അതിനെ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പം അവർ ദിവസം കേരളത്തിലാണ് അവർ ചെയ്തത്. ആ ഒരു സാഹചര്യം അവിടെ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഒബിയസ്ലി ഞാൻ കേരളത്തിലുണ്ടായിരുന്നു. What I'm asking is, why don't you start a business in Kerala also? എനിക്ക് തോന്നുന്നില്ല അതെനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ. ഈ ഓൺട്രപ്രണർ മാത്രമല്ല ഏതൊരു ബിസിനസ്മാനും പറയുന്ന കാര്യം ഇത് തന്നെയാണ്. ആരും കേരളത്തോട് വരില്ല. ബിക്കോസ് നല്ല മലയാളികളൊക്കെ ആണെങ്കിൽ പുറത്ത് വരണം. ഇവിടെ നിറച്ച് മലയാളികളുണ്ട്, എല്ലാവരും നല്ലവരാണ്. പക്ഷെ ആരും കേരളത്തിന്റെ അകത്ത് ചെന്ന് വർക്ക് ചെയ്യില്ല.